See, Mr. Isaac, we have no problem with your friend staying here. But കുക്കി ചോദിച്ചാൽ അതിനുള്ള മറുപടി തൻ്റെ കയ്യിലുണ്ടാവണം. അത് സാർ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിനുള്ളൊരു മറുപടി എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ സാർ ഇന്നലെ നിന്നെ ഫോൺ ചെയ്തായിരുന്നാ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ, അത് പറയാനുള്ള ഒരു സൗകര്യം കിട്ടിയില്ല. അഥവാ നിന്നോട് പറഞ്ഞാ നീ അതുമ്മെ പിടിച്ച് കയറിയാലോ എന്ന് കരുതി. എന്തുട്ടാ സാർ പറഞ്ഞേ? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, മിസ്റ്റർ ഐസക് അല്ലേ സംസാരിക്കുന്നത്? ഞാൻ തെവിനാണ്. ആ, തെവിൻ. എന്താ മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ എൻ്റെ ഓഫീസിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. ഓ, സാർ മനസ്സിലായി. അത് ഞാൻ പെട്ടെന്ന് പേര് പറഞ്ഞപ്പോൾ എനിക്ക്. എന്താ സാർ എന്നെ വിളിച്ചത്? അല്ല, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? തൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും കിട്ടാമെങ്കിൽ പിന്നെ നമ്പർ കിട്ടാനാണോ ബുദ്ധിമുട്ട്? തന്നോട് വിളിച്ച കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. പറഞ്ഞോളൂ സാർ, ഞാൻ കേൾക്കുന്നുണ്ട്. താൻ നാളെ എന്തുദ്ദേശിച്ചാ എൻ്റെ വീട്ടിലേക്ക് വരാനിരിക്കുന്നത്? തൻ്റെ പ്ലാൻ എന്താ? എൻ്റെ പ്ലാൻ സാറ് പറഞ്ഞത് സാറിൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ ലുക്ക് എനിക്ക് വരണമെന്നല്ലേ? അപ്പോൾ ആ ലുക്കിൽ ഞാൻ സാറിൻ്റെ മോൻ്റെ അടുത്ത് വന്ന് സാറിൻ്റെ മോനെ സന്തോഷിപ്പിക്കാനല്ലേ സാർ എന്നെ വിളിക്കുന്നത്? എനിക്ക് തോന്നി. ലുക്ക് മിസ്റ്റർ ഐസക്, താൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എൻ്റെ മോനെ വളച്ച് കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ടല്ല. പകരം എൻ്റെ മോനിൽ ഒരു വെറുപ്പുണ്ടാക്കണം ജിയെക്കുറിച്ച്, അതായത് താനാകുന്ന ജിയെക്കുറിച്ച്. സോറി സാർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ലിസൺ കെയർഫുള്ളി മിസ്റ്റർ ഐസക്. ജിയെ മരിച്ച വിവരം ഇതുവരെ കുക്കി അറിഞ്ഞിട്ടില്ല. ഞാനും ജിയയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെന്നാണ് എൻ്റെ പാരൻസ് കുക്കിയോട് പറഞ്ഞിരിക്കുന്നത്. സോ അവനവൻ്റെ അമ്മയായ ജിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനിൽ നിന്നും അവൻ്റെ അമ്മയെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അവൻ എന്നെ കണ്ടിരിക്കുന്നത്. സോ ഹി ഹേറ്റ്സ് മീ മോർ ദാൻ എനിത്തിങ്. ഇതിങ്ങനെ തുടർന്നാൽ മരണം വരെ അവൻ എന്നെ വെറുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുക്കി എന്നെ സ്നേഹിക്കണമെങ്കിൽ അവൻ ജിയെ വെറുക്കണം. അങ്ങനെ വന്നാൽ ജിയയെ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ തെറ്റുകൊണ്ടല്ലെന്ന് കുക്കിക്ക് താനെ മനസ്സിലായിക്കൊള്ളും. അതിനായി മിസ്റ്റർ ഐസക് എന്നെ ഒന്ന് സഹായിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഹലോ സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? യെസ് സാർ. എന്തിനാണ് ഇങ്ങനൊരു കള്ളം പറയേണ്ട ആവശ്യം? സാറിൻ്റെ വൈഫ് മരിച്ചു പോയെന്ന് കുഞ്ഞിനോട് പറഞ്ഞാൽ പോരെ? ആദ്യത്തെ 2-3 ദിവസം കുഞ്ഞ് സങ്കടപ്പെടുമായിരിക്കും, കരയുമായിരിക്കും. അത് കഴിയുമ്പോൾ കുഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങില്ലേ സാർ? വെറുതെ ഇത്രയും കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെനിക്കും ആഗ്രഹമുണ്ട് മിസ്റ്റർ ഐസക്, പക്ഷേ എൻ്റെ പാരൻസ് സമ്മതിക്കുന്നില്ല. അവനൊരു കൊച്ചു കുട്ടിയല്ലേ, ഇപ്പോഴേ ഇത്തരം വാക്കുകളൊന്നും അവൻ അറിയിക്കേണ്ട, കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട എന്നാണ് എൻ്റെ പാരൻസ് പറയുന്നത്. അവനൊരു പ്രായമായിട്ട് എല്ലാം അവനോട് പറയാമെന്നാണ് അവരുടെ തീരുമാനം. ആ തീരുമാനം എനിക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. ഒരു ചെറിയ കള്ളത്തിലൂടെ എനിക്ക് ചോദിക്കുന്നതിലും കൂടുതൽ സാർ പണം തരുമെന്നറിയാം. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സാറിൻ്റെ പാരൻസിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ലേ? മിസ്റ്റർ ഐസക്, ഞാൻ അതൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്. കുഞ്ഞ് ജനിച്ചതിൽ പിന്നെ അവർ പറയുന്ന ഓരോ കള്ളത്തരത്തിനും ഞാനത് തടയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ പാരൻസിൻ്റെ കണ്ടീഷനും അത്ര നല്ലതല്ല. എൻ്റെ ഫാദർ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അവരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. കുഞ്ഞ് ഒരു നിസ്സാര കാര്യത്തിന് സങ്കടപ്പെട്ടാൽ പോലും അതെൻ്റെ പാരൻസിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഇഷ്ടത്തിനായിട്ട് ഞാൻ വിട്ടുകൊടുക്കുകയാണ് ഇതെല്ലാം. തന്നെ ഒരുപക്ഷെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ സത്യങ്ങൾ അറിയുന്നത് വരെ എന്നെ വെറുത്തേനെ. തന്നെ കണ്ടതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇങ്ങനൊരു ഓപ്ഷൻ സ്വീകരിക്കാമെന്ന്. ഓക്കെ സാർ,
അപ്പൊ സാർ പറയുന്നത് ഞാൻ സാറിന്റെ വീട്ടിൽ വരുമ്പോൾ സാറിന്റെ മോനോട് ദേഷ്യപ്പെടുകയും സ്നേഹം കാണിക്കാതിരിക്കുകയും ചെയ്യണം എന്നല്ലേ? മിസ്റ്റർ ഐസക്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ വന്നത്, എന്റെ മോനെ താൻ സ്നേഹിക്കണം, പക്ഷേ അവന്റെ ഉള്ളിൽ പതിയെ പതിയെ ഒരു വെറുപ്പുണ്ടാക്കണം. അതിനുള്ള മാർഗം തനിക്ക് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ ഒരിക്കലും അവന്റെ നേർക്ക് നോക്കി ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. കാരണം അവൻ ഇതിനു മുമ്പ് ജിയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ധാരാളം കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ജിയുടെ ക്യാരക്ടറൊക്കെ അവൻ അറിയാൻ പറ്റും. തനിക്ക് വേണമെങ്കിൽ ജിയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി ചില ഏതാനും ക്ലിപ്സുകൾ ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. ശരി സാർ, അപ്പോൾ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ആഹാ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഉണ്ടല്ലേ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പറയാനുള്ള സമയം കിട്ടിയില്ല മാക്രി. മിസ്റ്റർ ഐസക്, അപ്പോ ഞാൻ അയച്ചെന്ന ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? യെസ് സാർ. ജിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം തനിക്കുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി സാർ. ആ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ താൻ തെറ്റിദ്ധരിക്കരുത്. ഇന്നലെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ തൻ്റെ സൗണ്ടിന് മാറ്റം വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും തനിക്ക് ലേഡീസ് വോയിസിൽ സംസാരിക്കാൻ സാധിക്കുമോ? പറ്റും സാർ, എന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയും. കാരണം ഡ്രാമയിലൊക്കെ ഞാൻ ലേഡീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ലേഡീസ് വോയിസിലാണ് സംസാരിക്കാറ്. ആ, അപ്പൊ മോൻ ലേഡീസ് വോയിസിലൊക്കെ സംസാരിക്കുമോ? ജിയുടെ വോയിസ് കേൾക്കാൻ നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസാ. ആ വോയിസിൽ സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാഡം. ഞാൻ മിമിക്രിയൊക്കെ ചെയ്യുന്നതാ, അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ സൗണ്ട് അനുകരിക്കാൻ സാധിക്കും. എങ്കിലൊന്ന് താൻ ജിയുടെ വോയിസിൽ സംസാരിക്കാവോ ഇപ്പോ? അത് സംസാരിക്കാം. പക്ഷെ ഞാൻ എന്താ സംസാരിക്കേണ്ടത്? അത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. മറ്റേ അടിച്ച് കീറടാ, ഇവരൊന്നും ഞെട്ടട്ടെ. ഇവൻ ഇപ്പൊ കേട്ടോ? ഹായ്, എൻ്റെ പേര് ഐസക് ന്യൂട്ടൻ. ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് ഞാൻ. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ഇത് മതിയോ ദേവിൻ സാർ? തൻ്റെ ഭാര്യയായ ജിയുടെ സൗണ്ട് ഒന്നുകൂടി കേട്ടതിൻ്റെ സന്തോഷത്തിൽ ദേവിൻ സ്വയം സാർ, സാർ, സാറേ, സാറേ, കാറ്റ് പോയാടാ. കണ്ണ് തുറന്നാ കാറ്റ് പോകുക. കണ്ണ് തുറന്നിരിക്കുന്നുണ്ടല്ലോ. മോനെ, ആ ആ ഞാൻ ഞാൻ പെട്ടെന്ന് ആ സൗണ്ട്. ഓക്കെ, മോൻ ഉറങ്ങുക മുകളിലത്തെ റൂമിൽ. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴോട്ട് വരും. അപ്പോൾ താൻ കണ്ടാൽ മതി. അല്ല, തൻ്റെ പ്ലാൻ എന്താ? അത് സാർ, ഞാൻ ആദ്യമേ മോനെ അത് ഐസക് ന്യൂട്ടൻ, തൻ്റെ വോയിസ് ഇനി സംസാരിക്കേണ്ട. ലേഡീസ് വോയിസിൽ തന്നെ, അതായത് ജിയുടെ വോയിസിൽ തന്നെ സംസാരിച്ചാൽ മതി. ഓക്കെ സാർ. സാർ, എനിക്കൊരു പ്ലാനുണ്ട്. അതായത് സാർ ഇന്നലെ പറഞ്ഞതനുസരിച്ച് മോനിൽ വെറുപ്പുളവാക്കാൻ വേണ്ടി മോനെ ഉപദ്രവിക്കരുതെന്നും വെറുക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്നും ഒക്കെ സാർ പറഞ്ഞു. സ്നേഹത്തോടു കൂടി വേണം സംസാരിക്കാനെന്നൊക്കെ. അപ്പോൾ ചിന്തിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാണ്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലോ? അപ്പം മോൻ എന്നെ വെറുക്കില്ലേ സാർ? ബെസ്റ്റ് ആണിനാണ് ബോയ് ഫ്രണ്ടാ. ഷടാപ്പ്. ഇപ്പോ ഇവനാണല്ലോ, ജിയല്ലേ. അവൻ പറഞ്ഞത് അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. മമ്മിക്ക് എന്താ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് എന്താ അഭിപ്രായം? നീ എന്താന്ന് വെച്ചാൽ കാണിക്കുക. അവനിപ്പം നിന്നെ വെറുക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കാൻ നിനക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. പക്ഷെ മോള് മരിച്ചു പോയെന്ന് മാത്രം പറയണ്ട.
അത് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല മോനെ. ജിയമോൾ ഇവിടെ തന്നെയുണ്ട് നമുക്കൊപ്പം. വളർന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് കേട്ട ഉടനെ മാക്രി ഐഷുവിന്റെ കാതോരമായി ചെന്ന് പറഞ്ഞു. എടാ ഈ പെണ്ണുമ്പുള്ളക്ക് മുഴുത്ത ഭ്രാന്താണ് കേട്ടോ, ഭ്രാന്ത്. നീ വന്നത് കാര്യായി. ഇല്ലായിരുന്നു ഒരു ഓജോ ബോർഡ് വെച്ച് ജിയയുടെ പ്രേതത്തിനെ വിളിച്ചു വരുത്തിയേനെ. ഇവർക്ക് തുറന്ന് പറഞ്ഞൂടെ ആ കേടി ചത്തുപോയത്? പ്രശ്നം ഇവിടെ കൊണ്ട് തിരിയല്ലേ. ഇതൊരു മാതിരി പുലിവാല് വലിച്ച് കഴുത്തെ തൂക്കിയ പോലെ ഉണ്ടാവും. എന്റെ പൊന്നു മാക്രി, നീ ഒന്നും മിണ്ടാതിരിക്കുവോ? നിന്നെയും കൂടി ഇവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിക്കുമ്പോ നീയായിട്ട് സ്വയം ഇറങ്ങിപ്പോണ്ട അവസ്ഥ വരുത്തല്ലേ. ആഹാ, നീ എന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. തുടങ്ങിക്കോ. എന്തിന് ഞാനുണ്ടടാ സപ്പോർട്ട്. സാർ, ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. അതായത് ഞാനിവിടെ അഭിനയിക്കാൻ വന്നതാണെങ്കിലും എൻ്റെ അഭിനയം ഇവിടെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങളും ഒക്കെ ഉണ്ടാവണം. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ 3 പേരുണ്ടെന്നല്ലേ പറഞ്ഞത്. അതായത് സാറിൻ്റെ ഫാദർ ഇപ്പം ഇവിടെ ഇല്ലല്ലോ. സാറിൻ്റെ ഫാദറിനോട് കൂടി ഒന്ന് പറഞ്ഞ ഉപകാരമായേനെ. തീർച്ചയായും തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ 3 പേരും ഉണ്ടാകും. കുക്കിമോൻ ഉണരാ സമയമായി. ബാക്കിയൊക്കെ നിനക്ക് നിന്റെ പ്ലാൻ പോലെ തീരുമാനിക്കാം. എന്നാ ശരിയടാ കേടി, ഞാനങ്ങ് ഇറങ്ങട്ടെ. നിങ്ങളുടെ പ്ലാനെല്ലാം നടക്കട്ടെ. എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടാ. അല്ല എടാ മാക്രി, നിക്ക്. നാളെ നീ സാർ ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ നിന്റെ ലഗേജും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണം. എൻ്റെ ഒപ്പം 1 മാസത്തേക്ക് നീയും സ്റ്റേ ചെയ്യണം. അതെന്തിനാ മിസ്റ്റർ ഐസക്? അത് സാർ, ഞാൻ പറയാൻ വന്നത് നാളെ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവനെയാണ്. ഇവനാകുമ്പോ എൻ്റെ എല്ലാം അറിയാവുന്നതല്ലേ, ഞാൻ പെൺവേഷം കിട്ടുന്നതെല്ലാം. മറ്റൊരാളാകുമ്പോൾ ചിലപ്പോൾ അത് അംഗീകരിക്കണമെന്നില്ലല്ലോ. സോ ഇവൻ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം കൂടിയാണ്. അപ്പോൾ കുക്കിമോൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുക്കിമോൻ്റെ ഉള്ളിൽ എന്തായാലും എന്നോടൊരു ചെറിയ വെറുപ്പുണ്ടാകും. അതിൽ പിടിച്ച് പിന്നെ തുടങ്ങാം. ഓക്കെ, തൻ്റെ ഇഷ്ടം പോലെ.